തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസ് ഗൂഢാലോചനയുണ്ടെന്ന് മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ. പൂരം കലക്കാൻ ഗൂഢാലോചനയുണ്ടായിരുന്നു. അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ അജിത് കുമാറിന് അതിൽ പങ്കുണ്ടോ എന്നറിയില്ലെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് എം മനോജ് ഉണ്ട്. മനോജ്, എന്തൊക്കെയാണ് സുനിൽകുമാർ പറഞ്ഞത്? തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസ് ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്നാണ് മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ വ്യക്തമാക്കുന്നത്. അജിത് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്നറിയില്ല. രാഷ്ട്രീയ ലക്ഷ്യം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ പൂരം അലങ്കോലപ്പെടുത്തിയത് സംബന്ധിച്ച് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടണം എന്നുള്ള കാര്യമാണ് വി.എസ്. സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്. ഈ പൂരം കലക്കാൻ നേതൃത്വം നൽകിയവർ ആരായാലും പുറത്തു വരണം. പൂരം അലങ്കോലപ്പെട്ടതോടെ താൻ ഇരയാക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് വി.എസ്. സുനിൽകുമാർ പറയുന്നത്. ഒരു മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. 5 മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എന്നുള്ള കാര്യമാണ് വി.എസ്. സുനിൽകുമാർ വ്യക്തമാക്കുന്നത്. പൂരം കളക്ഷനുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടണം എന്ന് തന്നെയാണ് വി.എസ്. സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്. അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ അന്നത്തെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ തർക്കങ്ങൾ കൈകാര്യം ചെയ്തതിൽ പാളിച്ച പറ്റി എന്നുള്ള കാര്യമാണ് വി.എസ്. സുനിൽകുമാർ പറയുന്നത്. അന്ന് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കമ്മീഷണർ അങ്കിത് അശോകനെതിരെയാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അങ്കിത് അശോകൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന പൂരപ്രേമികളോടും മറ്റ് ക്ഷേത്ര ജീവനക്കാരോടും ഉൾപ്പെടെ അനാവശ്യപരമായി ഇടപെടൽ നടത്തിക്കൊണ്ട് വലിയ തരത്തിലൊരു കോലാഹലം സൃഷ്ടിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ വലിയ തരത്തിലുള്ള ആരോപണം സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വരുന്ന സമയത്ത് വി.എസ്. സുനിൽകുമാർ ഉൾപ്പെടെ ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. പൂരം അലങ്കോലപ്പെടുത്തുന്നതിൽ പോലീസിന് ഗൂഢാലോചനയുണ്ടെന്നാണ് ഇപ്പോൾ മുൻ മന്ത്രിയായിട്ടുള്ള വി.എസ്. സുനിൽകുമാർ പറയുന്നത്. അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ അന്നത്തെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നും സുനിൽകുമാർ പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് 5 മാസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇതും പുറത്തുവിട്ടിട്ടില്ല. ഇത് സർക്കാർ ഉടൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെടുന്നുണ്ട്. മനോജ്, ഈ പൂരം അലങ്കോലപ്പെടുത്താനായുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെയുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഇപ്പോൾ സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അത് തന്നെയാണ്. ഈ പൂരവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. അതിനു പിന്നാലെയാണ് സംസ്ഥാനത്തെ പോലീസിന് എതിരെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമാകുന്നത്. പോലീസിനെ നയിക്കുന്ന പല ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്ന സമയത്താണ് ഇത്തരത്തിൽ വി.എസ്. സുനിൽകുമാർ ഉൾപ്പെടെ രംഗത്ത് വന്ന് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. എത്രയും വേഗം തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. തൃശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു ജനവികാരം ഉണ്ട്. ആ ഒരു പൂരത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ അനാവശ്യപരമായി ഇടപെട്ടുകൊണ്ട് ഈ പല ചടങ്ങുകൾക്കും ഭംഗം വരുത്തുന്ന രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അനാവശ്യമായി ഈ തൃശൂർ റൗണ്ടിലേക്ക് തന്നെ മുഴുവൻ റോഡുകളും ബാരിക്കേഡ് വെച്ച് അടയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ എത്തിയ പൂരപ്രേമികളെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ക്ഷേത്ര ജീവനക്കാരെ ഉൾപ്പെടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടത്തിവിടാത്ത സാഹചര്യം, ഈ കുടമാറ്റത്തിന് കൊണ്ടുവന്ന കുടകൾ ഉൾപ്പെടെ കയറ്റാത്ത ഒരു നിലപാടായിരുന്നു